ഹലോ SSLC മക്കളെ, നിങ്ങളുടെ SSLC ഇംഗ്ലീഷ് ഓണം എക്സാമിന് എന്ത് പഠിക്കണം? കുറേ ആൾക്കാർ പറഞ്ഞു, സാർ എല്ലാം ചാപ്റ്റർ ഞാൻ പഠിച്ച് സമയം കളയണോ, അല്ലെങ്കിൽ പോയമാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ സാറേ ഞാൻ ഗ്രാമർ മാത്രം പഠിക്കാം എന്നാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ് മൊത്തമായിട്ട് പറയാം. എനിക്ക് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം മക്കളെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് 3 കാര്യമാണ് പഠിക്കാനുള്ളത്. ചാപ്റ്റർ, പോയം അല്ലേ, ചാപ്റ്ററും പോയമും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കണം. നിങ്ങൾക്ക് റൈറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ്, നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് എല്ലാ സാധനങ്ങളും, പിന്നെ ഗ്രാമർ. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ള ഏതാണ് നിങ്ങൾ പറയാം. ഓക്കെ, അത് നിങ്ങളുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ റിവീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. റെഡി ആണല്ലോ? ഫസ്റ്റ് തന്നെ നമുക്ക് സിലബസിലേക്ക് വരാം. ഈ വീഡിയോ മൊത്തമായിട്ട് കാരണം ഇതിൽ നിങ്ങൾ എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയല്ല, എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, നിങ്ങൾക്ക് എല്ലാ ദിവസവും 7:30 ലൈവ് ഉണ്ട്. എക്സാമിന് തലേന്നായിക്കോട്ടെ, എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നത്തെ ലൈവ് പോയി കാണാം. എക്സാം തലേന്ന് ഇംഗ്ലീഷ് ആയിക്കോട്ടെ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മക്കൾ ഒരു 1000 രൂപ ഇപ്പോൾ ഓഫർ ഉണ്ട്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇത് സെപ്റ്റംബർ 3 വരെ ഉള്ളൂ. ഓണം എക്സാമിന് മുമ്പാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് 4000 റുപ്പീസിന് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യണമെങ്കിൽ താഴത്തെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, വേഗം അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ചാപ്റ്ററാണ് സാർ നമ്മൾ പഠിക്കേണ്ടത്? ഓക്കെ, നമുക്ക് ഓണം എക്സാമിന് സ്കീം ഓഫ് വർക്ക്, നിങ്ങളുടെ ഒഫീഷ്യൽ ഒരു ടൈം ടേബിൾ അല്ല, ഒരു സിലബസ് അല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് 2 യൂണിറ്റ് തീർക്കണം എന്നാണ് ഓണം എക്സാം ആകുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം അതിനർത്ഥം 1, 2, 3, 4, 5, 6. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 6 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ നിങ്ങളോട് പറയാം, പോയം 2 ഉണ്ടാവും. ഓക്കെ, ഇത് ഒരെണ്ണം പോയം അല്ല, ഒരെണ്ണം സോങ് ആണ് ഇത്. ഓക്കെ, ഇത് രണ്ടിൽ നിന്ന് എന്താണ് ഒരു എക്സാമിന് എപ്പോഴും പോയിൽ നിന്ന് ചോദ്യം വരും. അപ്പോൾ ഇത് രണ്ടും ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബാക്കി 4 ചാപ്റ്റർ ഉള്ളത്. 4 ചാപ്റ്റർ ഒന്ന് വായിച്ച് പോവുക, അതിൻ്റെ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കുക, കഥയും മനസ്സിലാക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഏതാ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പർ ഞാൻ നോക്കി, ഓണം എക്സാമിൻ്റെ 2023 തൊട്ട് മുന്നത്തെ വർഷത്തെ ഓണം എക്സാം പേപ്പറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണ് നോക്കാം. ചാപ്റ്ററും പോയും നിന്ന് ഡയറക്റ്റ് 14 മാർക്ക്. മോശമില്ല. 80 മാർക്കിൻ്റെ പരീക്ഷ ഏകദേശം 90-100 മാർക്കിന് ചോദ്യങ്ങൾ വരും കേട്ടോ, ഓപ്ഷൻ ഉള്ളതുകൊണ്ട്. റൈറ്റിംഗ്, ഡിസ്കോഴ്സ് റൈറ്റിങ്ങിന് 35 മാർക്ക്. ഗ്രാമറിന് 27 മാർക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്താണ്, ചാപ്റ്ററും പോയും അപ്പോൾ സാറേ പഠിക്കണ്ടേ, വേസ്റ്റ് ആണല്ലോ 14 മാർക്ക് ഇത്രയും വായിച്ചുണ്ട്. അവിടെയാണ് മിസ്റ്റേക്ക്. ചാപ്റ്റർ പോയിന്ന് ഡയറക്റ്റ് ചോദ്യം 14 മാർക്ക്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് റൈറ്റിംഗ്? ഈ നരേറ്റീവ്, ഡയറി, കോൺവെർസേഷൻ, നോട്ടീസ്, ഇൻ്റർവ്യൂ, ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളോട് ആരെങ്കിലും ഡയറി എഴുതാനാണോ പറയുന്നത്? ഇല്ല, ചാപ്റ്ററിലും പോയിലും പഠിക്കുന്ന ആളുടെ റൈറ്റിങ്ങും ഇതൊക്കെ പറയുന്നത്. അപ്പോൾ 35 മാർക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററും പോയും മനസ്സിലാക്കി പഠിക്കണം. അതിലെ ക്യാരക്ടറെ മനസ്സിലാക്കണം, നല്ല ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻഡാണ്. 14 മാർക്ക് ഇവിടെ കിട്ടും നേരെ ക്വസ്റ്റ്യന്, ചാപ്റ്ററിന്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ റൈറ്റിങ്ങിലേക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചാപ്റ്ററും പോയമും പഠിക്കാതെ പോകരുത്. റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. ഗ്രാമർ നമുക്ക് പിന്നെ സിമ്പിൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. കഴിഞ്ഞ വർഷം പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കേണ്ട ഫസ്റ്റ് 5 ചോദ്യം ആൻഡ് 6 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ നോൺ പാരഗ്രാഫ് ആൻഡ് നോൺ പോയം. ഓക്കെ, മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്ററിലെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാരഗ്രാഫ് വരും, എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഹൂ ഇസ് ദാറ്റ്, ഹൂ ഇസ് ദിസ്, വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ് ബ്ലൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. 5 ചോദ്യങ്ങൾ വരും, ആൻസർ ചെയ്യണം. സിമ്പിൾ ചോദ്യം, 1 ലൈൻ ആൻസർ. നോൺ പോയം, നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയം തരും. ചിലപ്പോൾ ബ്ലോയിങ് ഇൻ ദ വിൻഡ് സോങ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങളോട് ലൈൻ ചോദിക്കും, അവിടെ എന്താണ് ഉദ്ദേശിച്ചത്, ഇവിടെ കവി എന്താ ഉദ്ദേശിച്ചത്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ്, ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അതൊന്ന് 5 മാർക്ക്, വളരെ സിമ്പിൾ. ഇതിനിടയ്ക്ക് ഒരു ഇഫ് ക്ലോസോ അങ്ങനത്തെ ഒരു ഗ്രാമർ ക്വസ്റ്റനോ നമ്മുടെ പാസേജിൽ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു വെക്കണം. അപ്പോൾ ഗ്രാമറിൻ്റെ 1 മാർക്ക് ശരിക്കും ഇവിടെ നിന്നാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിന് പോയം അപ്രീസിയേഷനാണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു പോയം അപ്രീസിയേഷൻ എഴുതുക. വളരെ സിമ്പിളാണ്. ആകെ 2 പോയമോ പഠിക്കാനുള്ളൂ, അല്ലെ സോങ് അല്ലെ പോയം. അതിൽ നിന്ന് അപ്രീസിയേഷൻ എഴുതാൻ പറയും, 5 മാർക്കിന് എഴുതാം. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഷുവർ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അപ്രീസിയേഷൻ എഴുതാനുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ ഇടാൻ മറക്കണ്ട. ഓക്കെ, റീഡിങ് കോംപ്രിഹെൻഷൻ, നിങ്ങളൊരു അറിയാത്തൊരു പാസേജ്, ഒരു സിമ്പിൾ പാരഗ്രാഫ് തരും, അതിൽ നിന്ന് കുറച്ച് ചോദ്യം തരും. ഓക്കെ, അപ്പോൾ ഒരു പാരഗ്രാഫ് വരും, അതിൽ തന്നെ നേരെ ചോദ്യം ഉത്തരം ഉണ്ടോ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. ഇനി 17 മുതൽ 18 എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡിസ്കോഴ്സ് അല്ല റൈറ്റിംഗ് കേട്ടോ. നിങ്ങൾക്ക് റൈറ്റപ്പ്, നാരേറ്റീവ് ചാപ്റ്ററിൽ നിന്ന് ബേസ് ചെയ്തിട്ട് റൈറ്റപ്പ് അല്ലെങ്കിൽ നാരേറ്റീവ് ഒക്കെ എഴുതാൻ തരും. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. എത്ര മാർക്ക്? നമ്മൾ 7 മാർക്ക്. 7 മാർക്കിന് റൈറ്റപ്പ് അല്ലെങ്കിൽ നാരേറ്റീവ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 7 മാർക്കിനാണ്. അപ്പോൾ ഒരു ചോദ്യം ആൻസർ ചെയ്താൽ മതി. ഇനി 3 ചോദ്യം തരും, 2 ആൻസർ ചെയ്താൽ മതി. അതെന്താ? ഡയറി, കോൺവെർസേഷൻ, നോട്ടീസ്, റൈറ്റിംഗ്. ഇത് എത്രയും മക്കളെ? 5 മാർക്കിൻ്റെ ഡയറി അല്ലെങ്കിൽ കോൺവെർസേഷൻ, നോട്ടീസ്, ഇൻ്റർവ്യൂ ചോദിക്കുക. അതിൽ 2 എഴുതാം. വളരെ സിമ്പിളാണ്.
ഫോർമാറ്റ് അറിഞ്ഞാലേ പറ്റുള്ളൂ കേട്ടോ. ഇനി 5 ചോദ്യത്തിൽ 3 ആൻസർ ചെയ്യുക, 3 6 മാർക്കിൻ്റെ കേട്ടോ. അപ്പം പാരഗ്രാഫ്, ഫോർമൽ ഇൻഫോർമൽ ലെറ്റർ, ക്യാരക്ടർ സ്കെച്ച്, ക്വസ്റ്റിനെയർ, ന്യൂസ് റിപ്പോർട്ട്, പ്രൊഫൈൽ റൈറ്റിംഗ്. ഇതിൽ ചാപ്റ്റർ ബേസ്ഡ് അല്ലാത്ത ആകെ ഒരു കാര്യമുള്ളൂ പ്രൊഫൈൽ റൈറ്റിംഗ്. ബാക്കിയെല്ലാം ചാപ്റ്ററിൽ നിന്ന് നേരെ ചോദിക്കുകയുള്ളൂ. പ്രൊഫൈൽ റൈറ്റിംഗ് മാത്രം നിങ്ങൾക്ക് ഇൻഫർമേഷൻ അവിടെ നിന്ന് തരും, നിങ്ങൾ എഴുതണം. ഓക്കെ, പാരൻ സാറിനെ പറ്റിയിട്ടുള്ള ബർത്ത്ഡേയും ഡേറ്റും മരിച്ചതൊക്കെ തരും, എന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ, അപ്പോൾ ചിലപ്പോൾ അറിയുന്നതായിരിക്കും. ഇത് മാത്രം നിങ്ങൾക്ക് ഫോർമാറ്റ് പഠിച്ചാൽ മതി. ഇതൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഭയങ്കരമായിട്ടല്ല, കുറച്ചെങ്കിലും. അപ്പോൾ നമ്മൾ റൈറ്റിംഗ് 35 മാർക്ക് സ്കോർ ചെയ്തു. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച്, അതായത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് നിങ്ങൾ വായിക്കുന്നു, എന്താണ് മനസ്സിലാക്കുന്നത്. ന്യൂസ് ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ തരും, അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടേബിളൊക്കെ തരും, ഒരു ടേബിൾ തരും, എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇത് തരും, നിങ്ങളത് വായിച്ചിട്ട് മനസ്സിലാക്കണം. സിമ്പിൾ ചോദ്യം ഉണ്ടാവും, സിമ്പിൾ ടേബിളൊക്കെ സിമ്പിൾ ചോദ്യം, അവിടെ ഒരു 5 മാർക്ക്. ഇനി ഫുൾ ഗ്രാമറാണ്, നമ്മുടെ 27 മാർക്ക് ഗ്രാമർ ഇവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, ഗ്രാമറിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്ക്. ഓക്കെ, ഒരു കോൺവെർസേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയും. എഡിറ്റ് ദ പാസേജ് 4 മാർക്ക്. 4 തെറ്റുകൾ ഉണ്ടാവും, അത് സബ്ജക്റ്റ് വെർബ് ആവാം, എന്ത് വേണേ ആവാം. ഓക്കെ, ഫ്രേസൽ വെർബ്സ് 4 മാർക്ക്, നൗൺ ഫ്രേസ് 2 മാർക്ക്, വെർബ് ഫ്രേസ് 2 മാർക്ക്, കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ്. കോൺവെർസേഷനുള്ള കൂടുതൽ ക്വസ്റ്റ്യൻ ടാഗ് വരും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും, ഹാഡ് ബെറ്ററും ഇഫ് ക്ലോസും വരും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ, ബേസിക്കലി ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പിന്നെ തൊട്ടും അടുത്ത ഡയലോഗ് നോക്കിയിട്ട് ഇപ്പുറത്തെ ഡയലോഗ് ആൻസർ ചെയ്യുക. അപ്പോൾ അത് 5 മാർക്കിന് വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 80 മാർക്കിനുള്ള ഫുൾ കഴിഞ്ഞു, ഓപ്ഷൻ ക്വസ്റ്റ്യൻസും കൂടി കരുതിയിട്ട്. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പം റൈറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചാപ്റ്ററും പോയും ഒന്ന് അറിഞ്ഞിരിക്കണം, ഗ്രാമറിൻ്റെ റൂൾസ് ഒക്കെ പഠിപ്പിച്ചിരും. ഓക്കെ, ഇനി 2 യൂണിറ്റ് നിങ്ങൾ പഠിച്ചു. ഡിസ്കോഴ്സസിൽ എന്തൊക്കെ വരാം? ഇത്രയും സാധനങ്ങളാണ് ഡിസ്കോഴ്സസിൽ മൊത്തം വരാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഓൾറെഡി അറിയുന്നതൊക്കെ ആയിരിക്കും, ലെറ്റർ റൈറ്റിങ്ങും ഇതൊക്കെ അറിയാം, കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, എക്സാമിന് തലേന്ന് നമ്മൾ റൈറ്റിംഗും ഗ്രാമറും ഡിസ്കോഴ്സും ഒക്കെ പഠിപ്പിച്ചു തരും, ഒന്നും പേടിക്കേണ്ട. ഓക്കെ, ഗ്രാമറിലേക്ക് വരുമ്പോൾ കുറച്ച് ഗ്രാമറേ ഉള്ളൂ, പിന്നെ ഇത് കോൺവെർസേഷനും ക്വസ്റ്റ്യൻ ടാഗും കൂടി ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, കോൺവെർസേഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഗ്രാമറിലേക്കും കൂടി വരാം. അപ്പം അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാനും അലക്സ് സാറും എടുത്ത അടിപൊളി വീഡിയോസൊക്കെ ഉണ്ട്, ചാപ്റ്ററും സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് പോയി കാണാം. ഓക്കെ, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് മൊത്തം റെഡിയാണ്, അത് പോയി കാണാം. എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളായിട്ട് വരുന്നുണ്ടാവും. അപ്പം ഇതൊക്കെ പോയി കാണാം, എല്ലാ സ്പീച്ച് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ SSLC ഇംഗ്ലീഷ് എക്സാം, ഓണം എക്സാം ഫുൾ മാർക്ക് മേടിക്കാനുള്ള എല്ലാം കാര്യം കിട്ടി. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരു ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 4000 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ സി യു, ടാറ്റ. നമുക്ക് ഇംഗ്ലീഷ് എക്സാം തകർക്കാം.